ഹലോ ഗൈസ്, ഗീത ഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗീതു ഇങ്ങനെ ഗോവിന്ദും വിജയലക്ഷ്മിയും പറയുന്നത് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ വിളിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ രഞ്ജു ഇറങ്ങി വരുവാണ് കേട്ടോ. ഇത് രഞ്ജു, എടി നീ എപ്പോഴാണ് വന്നതെന്നൊക്കെ ചോദിച്ചവരിങ്ങനെ പരസ്പരം സംസാരിക്കുകയാണ് കേട്ടോ. അതേസമയത്ത് വിജയലക്ഷ്മി ഗോവിന്ദനോട് പറയുന്നുണ്ട്, എന്നോട് എന്തോ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് നീ എൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ലല്ലോ, എന്താ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ദേഷ്യമെല്ലാം ഒരുങ്ങി പോകുന്നുള്ള പേടിയോണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദ് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, അതുകൊണ്ടൊന്നും അല്ല, നിങ്ങളുടെ മുഖം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പലതും വിളിച്ചു പറയും, ഗീതുവിനൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഇവിടെ വെച്ചൊരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ടെന്ന് ഓർത്തിട്ടാണ്. എനിക്ക് പറയാനുള്ള കാര്യം ധ്യാനെക്കുറിച്ചാണ്. അവന് ക്യാഷോ എന്താ ഹെൽപ്പ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചോദിച്ചിട്ട് പറയണം. എനിക്ക് രഞ്ജുവിനോടുള്ള എൻ്റെ പെങ്ങളോടുള്ള കടപ്പാട് അത് അവനൊരിക്കലും തോന്നരുത്, അവൻ്റെ ജീവിതം വെറുതെ പോയി എന്ന് പറയുമ്പോഴേക്കും വിജയലക്ഷ്മി പറയുകയാണ്, നീ ശരിക്കും അവനെ മനസ്സിലാക്കിയെന്ന് ഞാൻ ഓർത്തെ കഴിഞ്ഞ് അവനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ. ഇതിപ്പം നീ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല, ഇതിപ്പോൾ ഒരു കച്ചവടക്കാരൻ്റെ ചിന്താഗതിയാണ് നിനക്കെന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അത് നിങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ വിജയലക്ഷ്മി പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ചോദിക്കണം കേട്ടോ, ഞാൻ എപ്പോഴാണ് നിന്നെ കച്ചവടത്തിൻ്റെ ചോട് പഠിപ്പിച്ചേ? ഞാൻ നിന്നെ പഠിപ്പിച്ച സ്നേഹത്തിൻ്റേതായിരുന്നു. ഇന്ന് നീ ഒരു ഗോവിന്ദ് മുതലാളിയായിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ വളർത്തുകൊണ്ട് തന്നെയാന്ന് പറയുമ്പോൾ ഗോവിന്ദ് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അല്ലാതെ നിൻ്റെ രാധികയുടെ അല്ലാന്നും കൂടെ പറയുവാണ്. എന്നിട്ട് പറയുകയാണ്, അവന് കാശിൻ്റെ ആവശ്യമൊന്നുമില്ല, അവനവിടെ കാനഡയിലെ ജോലി റിസൈൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ജോലി നോക്കുന്നുണ്ട്, അതൊന്നും കിട്ടിയില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഗോവിന്ദ് ഏത് കമ്പനിയാണെന്നൊക്കെ ചോദിക്കുമ്പം വിജയലക്ഷ്മി പറയുന്നുണ്ട്, ഇവിടെ ഏതോ ഒരു കർണാടക ചീഫ് മിനിസ്റ്ററിൻ്റെ എന്തോ മരുമോൻ്റെ എന്തോ ഒരു കമ്പനി ഉണ്ട് എന്നൊക്കെ പറയണം. ഗോവിന്ദ് അറിയാം, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന കിച്ചണിൽ നമ്മുടെ ഗീതുവും രഞ്ജുവും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രഞ്ജു ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മ ഇപ്പോൾ പ്രോഗ്രാമിനൊന്നും പോകുന്നില്ല, കേരളത്തിൽ മാത്രം പ്രോഗ്രാമുകൾക്ക് ഒതുങ്ങിയിരിക്കുവാണ്, അമ്മയ്ക്ക് ഒരുപാട് കടങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ഗീതു വയ്ക്കും, കടങ്ങളോ വിജയലക്ഷ്മി മാമനോ? ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, പക്ഷെ അതൊന്നും അമ്മ വിൽക്കത്തില്ല, പക്ഷേ കടം ഒക്കെ ഒരുപാടുണ്ട്. അന്ന് തന്നെയാണെങ്കിലും ബാംഗ്ലൂരിൽ നിന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി അമ്മ ഒരാളുടെ 25 ലക്ഷം രൂപ മേടിച്ചത് ഈ കഴിഞ്ഞിടയ്ക്കാണ് കൊടുത്തു തീർത്തേ. എന്നിട്ട് പറയുകയാണ്, ഞാൻ ധ്യാൻ്റെ കൂടെ വല്ലയിടത്തും പോകുമെന്ന് ഓർത്തിട്ടാണോ എന്നറിയില്ല എന്ന് ചുമ്മാ തമാശയ്ക്ക് പറയുവാണ് നമ്മുടെ രഞ്ജു. അമ്മ പരിപാടിക്കൊന്നും പോവാത്തത്. അതേസമയത്ത് ഗീതു മനസ്സിൽ ചിന്തിക്കുകയാണ്, അതുകൊണ്ടായിരിക്കുമല്ല നിൻ്റെ ഈ അവസ്ഥയിൽ ഒറ്റയ്ക്ക് ഉപേക്ഷിച്ച് പോകാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും അമ്മ എങ്ങനെ പോവാത്തത്. ആ സമയത്ത് ധ്യാൻ പെട്ടെന്ന് കയറി വന്നിട്ട് പറയുകയാണ്, ചായ ഞാൻ എടുക്കാമെന്ന് പറയുമ്പോൾ ഗീതു പറയുകയാണ്, ഇനി ഞാൻ സ്വർഗ്ഗത്തിലെ കട്ടുറുമ്പാവുന്നില്ല, നിങ്ങൾ ചായ എടുക്കുമെന്ന് പറയുമ്പോൾ ധ്യാൻ പറയുക, കാനഡയിലൊക്കെ ഞാൻ നല്ല ചായ എടുക്കുന്നത്, എൻ്റെ ചായക്കൊക്കെ എന്ത് അഭിപ്രായമാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചാൽ ചായ എടുത്ത് ആറ്റുമ്പോൾ കുറേ താഴെ പോവും, പിന്നെ കപ്പിലോട്ട് ഒഴിക്കുമ്പോൾ അവിടെ നിന്നും കുറേ താഴെ പോവാണ് കേട്ടോ. അങ്ങനെ അവസാനം ആ ചായ ഫുള്ള് പോവുകയാണ്. എന്നിട്ട് പയ്യെ അവർ കട്ടൻ ചായ ഇട്ടുകൊണ്ട് ഹാളിലോട്ട് വരുവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഗോവിന്ദ് പറയാണ്, ഗീതു നമുക്ക് ഇറങ്ങാമെന്ന് പറയുമ്പോൾ ഗീതു വയ്ക്കുന്നുണ്ട്, അതിന് കണ്ണേട്ടൻ രഞ്ജുവിനെ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ വിജയലക്ഷ്മി രഞ്ജുവിനെ വിളിക്കുവാണ് കേട്ടോ. രഞ്ജുവും ധ്യാനും കൂടെ ചായ ആയിട്ട് വരുവാണ്. അപ്പം ചായ എടുത്ത് ഗീതു വയ്ക്കുന്നുണ്ട്, ഇതെങ്ങനെ ഇപ്പം പാൽ ചായ കട്ടൻ ചായ ആയെന്ന് ചോദിക്കുമ്പോൾ ധ്യാൻ പയ്യെ പറയുന്നുണ്ട്, അല്ല കട്ടൻ ചായ ആണല്ലോ ആരോഗ്യത്തിന് നല്ലത് എന്ന് പറഞ്ഞ് നമ്മുടെ കണ്ണേട്ടന് കൊണ്ട് കൊടുക്കും. കണ്ണേട്ടൻ അവിടുന്ന് കുടിക്കാനുള്ള മടി കാരണം ആദ്യം വേണ്ടെന്ന് പറയുമ്പോൾ രഞ്ജു പറയുന്നുണ്ട്, ഞാനിട്ട ചായയാണ് കണ്ണേട്ടൻ കുടിക്കണം എന്ന് പറയുമ്പോൾ കുടിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് ധ്യാനൊരു കോള് വരുവാണ്, രാവിലെ ജോബ് ഓഫർ നിരസിച്ച കോർപ്പറേറ്റ് കമ്പനിയിൽ നിന്ന് ഇപ്പോൾ ജോലി കിട്ടിയെന്നും പറഞ്ഞ്. അപ്പം വിജയലക്ഷ്മിക്കും ഗീതുവിനും മനസ്സിലാവുകയാണ്, നമ്മുടെ ഗോവിന്ദ് മാധവ് എന്തോ ചെയ്തിട്ടാണ് ഇങ്ങനെ ജോബ് കിട്ടിയത്. ഗീതു ഇങ്ങനെ ഗോവിന്ദനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. എന്നിട്ട് അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. പെട്ടെന്ന് രഞ്ജു പറയും, ഗോവിന്ദേട്ടൻ ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു നല്ല ന്യൂസ് വന്നു എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഗീതു പെട്ടെന്ന് പറയുകയാണ്, അതിനെന്താ കുഴപ്പം, ഗോവിന്ദേട്ടന് ഞാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വരാം, അപ്പോൾ എപ്പോഴും നല്ല ന്യൂസ് കേൾക്കാമല്ലോ എന്ന് പറയുമ്പോൾ ഗോവിന്ദ് ഇങ്ങനെ നോക്കി പേടിപ്പിക്കുകയാണ് കേട്ടോ. പിന്നെ തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മുടെ ഗീതു ചോദിക്കും, ഞാനൊരു കാര്യം ചോദിച്ചാൽ ഗോവിന്ദേട്ടൻ സത്യം പറയുമോ എന്ന് ചോദിക്കുമ്പം ഗോവിന്ദ് പറയും, ഞാൻ കള്ളമൊന്നും പറയാമല്ലോ, നീ ചോദിക്കുമെന്ന് പറയുമ്പോൾ ഗോവിന്ദനോട് ചോദിക്കുവാണ്, ഞാൻ ജോലി മേടിച്ചു കൊടുത്തത് ഗോവിന്ദേട്ടനല്ലേ? ഗോവിന്ദൻ ഒന്നും ഇടുന്നില്ല. എന്നിട്ട് ഗോവിന്ദനോട് പറയാണ്, ഞാൻ ഗോവിന്ദേട്ടൻ്റെ മുഖം അപ്പോൾ ശ്രദ്ധിച്ചായിരുന്നു, കണ്ണേട്ടൻ്റെ മുഖത്ത് എക്സ്പ്രഷനിൽ നിന്ന് ഞാൻ വായിച്ചെടുത്തു, അങ്ങനെ ഒരു കഴിവ് എനിക്കുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഗോവിന്ദ് സമ്മതിക്കുവാണ് കേട്ടോ, ഗോവിന്ദ അത് ചെയ്തതെന്നുള്ളത്. എന്നിട്ട് ഗോവിന്ദനോട് ഗോവിന്ദ് അപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ എല്ലാം മനസ്സിലുള്ള വായിക്കുമെന്ന് ചോദിക്കും. എല്ലാം വായിക്കും, എൻ്റെ കണ്ണിലോട്ട് നോക്കിയാൽ അപ്പം വായിക്കുമെന്ന് പറയുമ്പോൾ ഗോവിന്ദ് അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഗീതിന് കണ്ണിലോട്ട് നോക്കിയിട്ട് എന്നാൽ ഇപ്പം എൻ്റെ മനസ്സിൽ എന്താ വായിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഗോവിന്ദ് ഇങ്ങനെ കണ്ണ് വെച്ചിങ്ങനെ എല്ലാ സ്നേഹവും ഉള്ളിൽ കൊണ്ട് ഗീതുവിനോട് ഇഷ്ടമാണെന്ന് അവൾക്ക് മനസ്സിലാവുമായിരിക്കും എന്നോർത്ത് ഇങ്ങനെ മുഖത്ത് എക്സ്പ്രഷനൊക്കെ എടുക്കുവാണ്. ഗീതു വന്നിട്ട് പറയുകയാണ്, ഞാൻ ഈ ഭാവങ്ങളൊക്കെ ഒന്ന് ആവാഹിച്ച് പഠിക്കട്ടെ എന്ന് പറഞ്ഞ് കണ്ണടച്ചുവിടുന്ന ഒരു മിനിറ്റ് ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുകയാണ്, ഗോവിന്ദേട്ടൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായി, കണ്ണേട്ടൻ്റെ മനസ്സിൽ എന്നോടെന്തോ യാചിക്കുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദ് ആദ്യം
ഇവളെന്നെ ഒരു യാചകനാക്കിയോ? മുഖത്ത് കറക്റ്റായിട്ടുള്ള എക്സ്പ്രഷൻ വരുത്താൻ അറിയാൻ പാടില്ലെങ്കിൽ പിച്ചക്കാരനാക്കിയാലും വലിയ അത്ഭുതമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഗോവിന്ദ് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. എന്നിട്ട് ഗോവിന്ദ് ഇങ്ങനെ പറയണം, ഞാൻ യാചിക്കുമോ? നിന്നോടുള്ള സ്നേഹമായി യാചിക്കുന്നത് നിനക്ക് അറിയത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഗോവിന്ദ് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ഗീതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗീതുവിനൊരു ഉമ്മ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഗോവിന്ദ് പോകുന്നുണ്ട് കേട്ടോ. അതിന് മുമ്പൊക്കെ ഗീതു കണ്ണ് തുറന്നിട്ടാണ് ഇത് പറയുന്നത്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗീതു പറയും, ഈ ഗോവിന്ദേട്ടൻ എന്നിൽ നിന്ന് എന്താ യാചിക്കുന്നതെന്നും എനിക്കറിയാമെന്ന് പറയുമ്പോൾ ഗോവിന്ദ് ഒരുപാട് പ്രതീക്ഷയോട് ചോദിക്കും, എന്താ നീ പറയാമെന്ന് പറയുമ്പോൾ ഗോവിന്ദേട്ടൻ വിശക്കുന്നുണ്ടല്ലേ? നല്ലപോലെ വിശക്കുന്നുണ്ടായിരിക്കും, ഇത്രയും ലേറ്റ് ആയില്ലേ നമ്മൾ വീട്ടിൽ പോകാൻ, അതുകൊണ്ടാണ് പെട്ടെന്ന് വീട്ടിലോട്ട് വിട്ടോ, ഞാൻ വല്ലതും ഉണ്ടാക്കി തരാമെന്ന് പറയുമ്പോൾ ഗോവിന്ദ് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവർക്ക് മനസ്സിലാവേണ്ട കാര്യങ്ങളൊന്നും മനസ്സിലാവത്തില്ല, അല്ലാത്തതൊക്കെ ഇവർക്ക് മനസ്സിലാവുകയും ചെയ്യും, എന്തൊരു ജന്മമാണോ എന്നും പറഞ്ഞ് അവർ വണ്ടി എടുത്ത് പോവുകയാണ് കേട്ടോ. പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ ഗീതു നമ്മുടെ രാധികാമ്മ ഇങ്ങനെ ആരോടെ ഫോണിൽ സംസാരിക്കുന്നുണ്ട് ഇങ്ങനെ തുറച്ച് നോക്കുകയാണ് കേട്ടോ. രാധികാമ്മയും ഗീതു വന്നിട്ട് പരസ്പരം കാണാൻ നേരത്ത് ഗീതുവിനോട് രാധികാമ്മ പറയുകയാണ്, ഇപ്പോൾ ഗോവിന്ദിന് സപ്പോർട്ടുണ്ടെന്ന് ഓർത്ത് നീ ജയിച്ചു എന്ന് വിചാരിക്കണ്ട, ഇപ്പോഴത്തെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നിനക്ക് വരാനിരിക്കുന്ന വലിയൊരു പണിയുടെ തുടക്കമാണെന്ന് നീ കൂട്ടിയാൽ മതിയെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഗീതു ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ ഇപ്പം എന്ത് സന്തോഷം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുവാണ്. ഇതെല്ലാം കേട്ട് രേഖ അവിടെ നിൽപ്പുണ്ട്. എന്നിട്ട് രാധികാമ്മ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുമ്പോൾ രേഖ പയ്യെ ഗീതുവിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഗീതു നീ പ്രഗ്നൻ്റ് ആണെന്ന് രാധികാമ്മ ഓർത്തിട്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഗീതു ഇത് കേട്ട് ഞെട്ടുവാണ് കേട്ടോ. ഗീതു അത് കേട്ട് ഞെട്ടി വാ വിളിച്ച് നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.